വെൽക്കം ഓൾ ഓഫ് യു. നമ്മളെ ഒരു പുതിയ ടോപ്പിക്കാണ് അസസ്മെൻറ്റ് ഓഫ് ഫേം. ഫേമിൻ്റെ അസസ്മെൻറ്റ്, ഫേമിൻ്റെ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് HUF അല്ലേ, ഇൻഡിവിജ്വൽ HUF, ഇതൊക്കെ നമ്മൾ കവർ ചെയ്താണ്. ഇനി പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ ഒരുപാട് ആളുകളുണ്ട്. പേഴ്സൺ ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽ HUF, AOP ഓർ BOI അല്ലേ. പിന്നെ അതുപോലെ തന്നെ കമ്പനി വരാം, ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ, എക്സെട്ര എക്സെട്ര. അതിലൊരു വിഭാഗമാണ് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേമിൻ്റെ അസസ്മെൻ്റാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇന്ത്യയിൽ പാർട്ണർഷിപ്പ് ഫേമിനെയാണ് സാധാരണഗതിയിൽ ഫേം എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. കോമൺ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇന്ത്യ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പാണ്. സോ പാർട്ണർഷിപ്പ് ഈസ് ദി കോമൺ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ. പാർട്ണർഷിപ്പ്. ദെൻ ഇതിനെ ഗവേൺ ചെയ്യുന്നത് പാർട്ണർഷിപ്പ് ആക്ട് ആണ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പാർട്ണർഷിപ്പ് ആക്ട് എത്രയാണ്? 1932. പാർട്ണർഷിപ്പ് ആക്ട് 1932. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ പാർട്ണർഷിപ്പിനൊക്കെ എന്താണ് നിയന്ത്രിക്കുന്നത്. ഒരു ഡെഫിനേഷനൊക്കെ ഉണ്ടെന്ന് ഓർമ്മ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കട്ടോ. എന്താണ്, നമ്മൾ +2 മുതൽക്ക് പാർട്ണർഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ who have agreed to share the profit of a business carried on by all or any one of them acting for all എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഒരാൾ എല്ലാവരും കൂടി കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരാൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടോ ചെയ്യുന്ന ഒരു ബിസിനസ് അല്ലേ, അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാമെന്നുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, ഇതിലുള്ള ഡെഫിനിഷനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഈ ആക്ട് പ്രകാരം വന്ന ഡെഫിനിഷനാണ്. ഇതിലെ ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും, കളക്റ്റീവ്ലി ഫേം എന്നും അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഈച്ച് മെമ്പർ ഈസ് കാൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, പാർട്ട്നേഴ്സ് 1, പാർട്ട്നേഴ്സ് 2, 3 ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇവരെ എല്ലാവരും കൂടി കളക്റ്റീവായിട്ട് നമുക്ക് എന്ത് വിളിക്കാം? ഫേം എന്ന് വിളിക്കാം. ഇനി ആർക്കൊക്കെ പാർട്ട്ണർമാരാവാന്നുള്ളതാണ്. എന്താണ്, മേജറായിട്ടുള്ള ആർക്കും ആവാം. ഓക്കെ, ഇനി മൈനറായിട്ടുള്ള ആർക്കെങ്കിലും ആവാൻ പറ്റുമോ? യെസ്, മൈനറായിട്ടുള്ള ആളെ നമുക്ക് എന്താണ് നമ്മളെ പാർട്ട്ണറായിട്ട് പാർട്ണർഷിപ്പിലേക്ക് നമുക്ക് എന്താണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ മൈനറായിട്ടുള്ള ആളെ നമ്മൾ പാർട്ണർഷിപ്പിലേക്ക് ചേർക്കുമ്പോൾ നമ്മളെ പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസ് ആരെയും ഈടാക്കാൻ പറ്റില്ല, ഈ മൈനറിൽ നിന്ന് ഈടാക്കാൻ പറ്റില്ല. ആൾക്ക് എന്തുണ്ടെങ്കിലും പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക് മാത്രം കൊടുക്കാൻ പറ്റിയ ആളായിട്ട് മാത്രമേ മൈനറെ വെക്കാൻ പറ്റൂ. ഓക്കെ, എ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ഓൺലി ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം എന്നാണ്. അങ്ങനെ മാത്രമേ പറ്റൂ. ഓക്കെ, അപ്പോൾ മേജറായിട്ടുള്ള ആളുകൾ, മൈനർ ആയിട്ടുള്ള ആളുകൾ, സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ളതും അല്ലാത്തതൊക്കെ പറ്റും. ഓക്കെ, പാർട്ണർഷിപ്പ് സാധാരണഗതിയിൽ എല്ലാ പാർട്ണർഷിപ്പ് ഫേമും രജിസ്റ്റർ ചെയ്യാറുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ഫേമുണ്ട്. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫേമുണ്ട്, അതുപോലെ തന്നെ എന്താണ് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ളതുണ്ട്. ഇനി ഈ ഫേം രജിസ്റ്റേർഡ് അഥവാ അൺരജിസ്റ്റേർഡ് അതൊന്നും എന്തിനെ ബാധിക്കുന്നില്ല? അസസ്മെൻറ്റിനെ ബാധിക്കില്ല. അസസ്മെൻറ്റിൻ്റെ കേസിൽ ദർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വെദർ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ഓർ നോട്ട്. അതവിടെ പ്രശ്നമല്ല. എല്ലാത്തിനും എന്താണ് സെയിം രീതിയിൽ തന്നെയാണ് അസസ്മെൻറ്റ് നടത്തുക. ഓക്കെ, അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട് അല്ലേ. പാർട്ട്നേഴ്സിൻ്റെ ഷെയറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ടേംസ് ആൻഡ് എന്താണ് അതിൻ്റെ കണ്ടീഷൻസൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിനെ നമ്മളെന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നറിയപ്പെടും. ഇതൊക്കെ അതിൻ്റെ കോമൺ കാര്യങ്ങളാണ്. ദെൻ ഒരു HUF അതുപോലെ തന്നെ അതിൻ്റെ മാനേജർ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻട്രി ചെയ്യാൻ പറ്റില്ല, പാർട്ണർഷിപ്പിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കണം. HUF ആൻഡ് ഇറ്റ്സ് മാനേജർ കനോട്ട് എൻ്റർ. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പാർട്ണർഷിപ്പിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പാർട്ണർഷിപ്പിനെ വേണമെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പും അൺലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പും. ഓക്കെ, ദെൻ ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് തന്നെ നമുക്ക് എന്താണ് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സെക്ഷൻ 184 ഫുൾഫിൽ ചെയ്തത്. ഫുൾഫിൽ ഇതൊക്കെ എന്താ നമ്മൾ പറയണ്ടോ. ദെൻ ഫുൾഫിൽ ചെയ്യാത്തത്, അതുപോലെ ഇവിടെയും സെക്ഷൻ 184 ഫുൾഫിൽ ചെയ്തത്, ചെയ്യാത്തത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇതിനെ വീണ്ടും രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഏതിൽ തന്നെ ഉണ്ട് ലിമിറ്റഡ് ലയബിലിറ്റി. അവിടെ ലയബിലിറ്റി എപ്പോഴും എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അവരെത്രയാണോ യഥാർത്ഥത്തിൽ ആ ഫേമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അതിനെ ബേസ് ചെയ്തിട്ട് അവരെന്താണ് അവരുടെ ബാധ്യത അവിടെ നിജപ്പെടുത്തിയിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു എന്താണ് പാർട്ട്ണറുടെ ഒരു തെറ്റുകൊണ്ട് അതിലേക്ക് ഭീമമായിട്ടുള്ള നഷ്ടമൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, മറ്റേ ഈ പാർട്ട്ണർമാരെന്താണ് അവരെ എന്താണ് സ്വത്ത് കണ്ടുകെട്ടേണ്ട ഒരു അവസ്ഥയിലേക്കൊന്നും പോകുന്നില്ല. കാരണം എന്താണ്, അവരെപ്പോഴും എന്താണ് അവരുടെ ലയബിലിറ്റി അവരെത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ലിമിറ്റ് ചെയ്തിരിക്കുക. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അൺലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഇൻ കേസ് പാർട്ണർഷിപ്പൊക്കെ പൂട്ടേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ, അല്ലേ, ഡിസൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അങ്ങനെ പൂട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവിടെ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും പേഴ്സണൽ പ്രോപ്പർട്ടി വരെ എന്താണ് ക്ലെയിം ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് കൊടുക്കേണ്ട ഒരു ബാധ്യത ആർക്ക് വരും, നമ്മുടെ പാർട്ട്നേഴ്സിന് വരും. ദെൻ ഇത് നോക്കാം, ഇതൊക്കെ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ്. രണ്ടായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് സെക്ഷൻ 184 ഫുൾഫിൽ ചെയ്തതും പിന്നെ ഫുൾഫിൽ ചെയ്യാത്തത്. അപ്പോൾ എന്താണ് 184 എന്ന് പറയുന്നത് നമ്മൾ പഠിക്കണം. ഇനി എന്താണ് ഈ സെക്ഷൻ 184 ഫുൾഫിൽ ചെയ്താലുള്ള മെച്ചം എന്നുള്ളത് അത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ ഡിഡക്റ്റ് റെമ്യൂണറേഷൻ പേ ടു വർക്കിംഗ് പാർട്ണർ. ഓക്കെ, സെക്ഷൻ 84 ഫുൾഫിൽ ചെയ്താൽ എന്ത് ചെയ്യാം, ദർ ക്യാൻ ബി ഡിഡക്റ്റ് അത്തരം സ്ഥാപനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് സബ്ജക്റ്റ് ടു ദി പ്രൊവിഷൻ ഓഫ് അണ്ടർ സെക്ഷൻ 40B. പാർട്ട്നേഴ്സിന് നമ്മളെന്താണ് റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടാവും, അല്ലേ, അതുപോലെ ഇൻട്രസ്റ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനാണല്ലോ ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ ആ വരുമാനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും. അത് കുറയ്ക്കാൻ പറ്റണമെങ്കിൽ അതാണ് 184 ഫുൾഫിൽ ചെയ്യാൻ. അതാണ് 184 ഫുൾഫിൽ ചെയ്താലുള്ള ഒരു മെച്ചം. അതുകൊണ്ടാണ് ഇതിനിങ്ങനെ നമ്മളെന്താണ് കണക്കിലേക്ക് വേണ്ടി ഇതിനെ ഡിവൈഡ് ചെയ്തത്. സോ ഇവിടെ വാട്ട് ഈസ് 40B ഇത് നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ 184 എന്താണെന്ന് പഠിക്കണം. സോ ആദ്യം ഇത്ര മനസ്സിലാക്കുക, പാർട്ണർഷിപ്പ് ഫേം ക്യാൻ ബി ഡിവൈഡ് ഇൻടു 2 ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. Then limited liability partnership can again classified into 2 section 184 ഫുൾഫിൽ ചെയ്തത്, ഫുൾഫിൽ ചെയ്യാത്തത്. ഇതും ഇതേപോലെ തന്നെ 184 ഫുൾഫിൽ ചെയ്തത്, ഫുൾഫിൽ ചെയ്യാത്തത്. 184 ഫുൾഫിൽ ചെയ്താലുള്ള മെച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പാർട്ട്നേഴ്സിന് കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റും റെമ്യൂണറേഷനും ആ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതെന്താണ്, സബ്ജക്റ്റ് ടു പ്രൊവിഷൻ ഓഫ് അണ്ടർ സെക്ഷൻ 40B. 40Bയിൽ കുറച്ച് റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അത്ര പരമാവധി വരെ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 40Bനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഓക്കെ, സോ ഈ കാര്യം എവിടെയും വരിക സെയിം. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം എന്താണ്, ഇവർക്ക് എന്ത് ഇതുണ്ടെങ്കിൽ പിന്നെ അത് കുറയ്ക്കാൻ പറ്റുമോ, ഇത് കുറയ്ക്കാൻ പറ്റൂല, ഇവർക്ക് ഇത് കിട്ടൂല. 184 ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കിട്ടൂല. അതേപോലെ തന്നെ ഇവിടെ ഇവർക്ക് ഇത്
കിട്ടൂല. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് 184, എന്താണ് അണ്ടർ സെക്ഷൻ 40B. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കിലേക്കും അതിൻ്റെ ഫോർമാറ്റിലേക്കും പോകും. സോ വാട്ട് ഈസ് 184? യെസ്, ഇനി എന്താണ് 184 എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ 184 ഫുൾഫിൽ ചെയ്തതും അല്ലാത്തതുണ്ട്. എന്താണ് 184 ഫുൾഫിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അതിന് വരും. ഓക്കെ, ഒന്ന് ദർ മസ്റ്റ് ബി എ ഡീഡ്, ഒരു ഡീഡ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന് ദാറ്റ് ഷുഡ് ബി ക്ലിയർലി സ്പെസിഫൈ ദി ഷെയർ ഓഫ് പാർട്ണേഴ്സ്. പാർട്ണേഴ്സിൻ്റെ ഷെയറിനെ കുറിച്ച് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ ഒരു ഡീഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, പറഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അതെന്ത് ചെയ്തിരിക്കണം, അതിൻ്റെ കോപ്പി നമ്മളെന്താണ് ഇൻകം ടാക്സ് ഫയൽ റിട്ടേൺ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്തത്. എ കോപ്പി ദാറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് അലോങ് വിത്ത് ദി ഫയലിംഗ് ഓഫ് റിട്ടേൺ. ആ സമയത്ത് അതിൻ്റെ കോപ്പി വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി എന്തെങ്കിലും ചേഞ്ച് ഇടയ്ക്കുണ്ടായി വരികയാണെങ്കിൽ, ഇപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ കാര്യത്തിലോ അല്ലാത്തത് എന്തെങ്കിലും ഷെയറിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലുമൊക്കെ എന്താണ് ആ റേഷ്യോ, പാർട്ണർഷിപ്പ് ഷെയറിംഗ് റേഷ്യോ ഒക്കെ ഉണ്ട്, അതിലൊക്കെ എന്തെങ്കിലും ചേഞ്ചൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പിയും എന്ത് ചെയ്യണം, വീണ്ടും സബ്മിറ്റ് ചെയ്യണം. എ കോപ്പി ഷുഡ് ബി അഗെയിൻ സബ്മിറ്റ് ഇഫ് എനി ചേഞ്ച്. ഓക്കെ, ദെൻ ഫേമിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, യാതൊരു തരത്തിലുള്ള ഫെയിലിയറും സംഭവിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തിൽ പറയുന്നത് 184 എന്ന് പറയുന്ന സംഭവം ഫുൾഫിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, സെക്ഷൻ 40B. സെക്ഷൻ 40B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ കുറയ്ക്കാനുള്ള സ്ഥാപനത്തിൻ്റെ ആ ഒരു റൈറ്റാണ് സെക്ഷൻ 40B എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെ ഇതൊക്കെ എന്താണ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാക്കി. ഒന്ന്, ആ റെമ്യൂണറേഷൻ കൊടുത്തിരിക്കുന്ന എന്താണ്, ദാറ്റ് ഷുഡ് ബി പെയ്ഡ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. അത് വർക്കിംഗ് പാർട്ട്നേഴ്സിന് ആയിരിക്കണം. വർക്കിംഗ് പാർട്ട്നേഴ്സും അല്ലാത്ത ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ വെറും എന്താണ് ക്യാഷ് മാത്രം, ഫിനാൻസ് മാത്രം നൽകുന്ന പാർട്ട്ണർ ഉണ്ടാവും. അവർ ബിസിനസ്സിലേക്ക് വരുന്നൊന്നുമില്ല, പൈസ മാത്രം കൊടുക്കുക. അവരെ വർക്കിംഗ് പാർട്ട്നേഴ്സിന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ റെമ്യൂണറേഷൻ കൊടുക്കുന്നത് ആർക്കായിരിക്കണം, ദാറ്റ് ഷുഡ് ബി അല്ലെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ഓക്കെ ദാറ്റ് ഷുഡ് ബി പെയ്ഡ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുത്തതായിരിക്കണം. അപ്പോൾ ഇത് സ്പെസിഫൈ ചെയ്യണം. ആൻഡ് ദാറ്റ് മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ദി പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൽ അതിനെന്താ ഉണ്ടായിരിക്കണം, അതിനുള്ള പ്രൊവിഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഷുഡ് നോട്ട് ബി റിലേറ്റഡ് ടു പീരിയഡ് പ്രയർ ടു പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിന് മുന്നേ ഉണ്ടായതായിരിക്കരുത്. ഓക്കെ, ദെൻ അതൊരിക്കലും എന്താണ് ഷുഡ് നോട്ട് എക്സീഡ് ദി പെർമിസിബിൾ ലിമിറ്റ്. ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ലിമിറ്റിനപ്പുറം പോകരുത്. ഷുഡ് നോട്ട് എക്സീഡ്. അപ്പോൾ ആ ലിമിറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് 40B എന്ന് പറയുന്ന സാധനത്തിൽ ഈ റെമ്യൂണറേഷൻ കുറയ്ക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. അത് വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുത്തതായിരിക്കണം, അതിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ അതിൽ എന്താണ് സ്പെസിഫൈ ചെയ്തിരിക്കണം, അതൊരിക്കലും ഡീഡിന് മുന്നേ ഉള്ളതായിരിക്കരുത്, അതെന്താണ് പെർമിസിബിൾ ലിമിറ്റിന് അപ്പുറവും പോകരുത്. അപ്പോൾ എന്താണ് ആ പെർമിസിബിൾ ലിമിറ്റ്, അതാണ് ഇനി നമുക്ക് പഠിക്കാൻ. സോ നമുക്ക് അതിലേക്ക് വരാം. വാട്ട് ഈസ് പെർമിസിബിൾ ലിമിറ്റ്? യെസ്, നോക്കുക എന്താണ് പെർമിസിബിൾ ലിമിറ്റ് അണ്ടർ സെക്ഷൻ 40B. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിക്കാതെ നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് പറയുമ്പോൾ പറയാം. ഓക്കെ, ആ ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ എത്രയാണ് നമ്മൾ റെമ്യൂണറേഷൻ കുറയ്ക്കേണ്ടത് എന്നതിൻ്റെ കണക്ക് തീരുമാനിക്കുന്നത്. ബുക്ക് പ്രോഫിറ്റ് നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ബുക്ക് പ്രോഫിറ്റ് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഒരു പ്രോഫിറ്റാണ്, അതൊരു പ്രത്യേക രീതിയിലാണ് കണ്ടെത്തുക. ബിസിനസ്സിലുള്ള ഇൻകം അതിനോട് ചില സാധനങ്ങളൊക്കെ കൂട്ടും, ചില സാധനങ്ങളൊക്കെ കുറയ്ക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്നതിന് എമൗണ്ടിനെ നമ്മൾ പറയുന്നത് എന്താണ്, ബുക്ക് പ്രോഫിറ്റ്. ഓക്കെ, ഇത് P&L നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിനോട് ചില കാര്യങ്ങൾ കൂട്ടി ചില കാര്യങ്ങൾ കുറയ്ക്കും.
അവസാനം കിട്ടുന്നതാണ് ബുക്ക് പ്രോഫിറ്റ്. ഇത് പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അത് നെഗറ്റീവ് ആണെങ്കിൽ 1,50,000 ഒരു മോണിറ്ററി ലിമിറ്റ് ഉണ്ട്. 1,50,000 മോണിറ്ററി ലിമിറ്റാണ്. അത് ടാക്സ് അതോറിറ്റി പറഞ്ഞിട്ടുള്ള ലിമിറ്റാണ്. ദെൻ ആക്ച്വൽ റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. വർക്കിംഗ് പാർട്ട്നേഴ്സിന് യഥാർത്ഥത്തിൽ കൊടുത്ത റെമ്യൂണറേഷൻ എത്രയാണ് നോക്കും. വിച്ച് എവർ ഈസ് ലെസ്, അതിലേതാണോ കുറവ് അതായിരിക്കും കിട്ടുക. ഏത് നെഗറ്റീവ് ആണെങ്കിൽ. ഇനി അതല്ല, ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ, മിക്കവാറും ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവാണ് നമുക്കൊക്കെ ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ കണക്ക് കുറച്ചും കൂടി ഒന്ന് കോംപ്ലിക്കേഷൻ വരും. ആ എമൗണ്ട് എത്ര നോക്കും ബുക്ക് പ്രോഫിറ്റ്. അതിലെ ഫസ്റ്റ് 3 lakhന് അതിനെത്രയാണ് 90% എടുക്കും. ഫസ്റ്റ് 3 lakhന്. ബാലൻസിന് നമ്മൾ എന്ത് ചെയ്യും 60%. ഇപ്പോൾ ഉദാഹരണത്തിന് 4 ലക്ഷമാണ് ആയിരിക്കുക 4 lakh. 4 lakh ആണെങ്കിൽ ആദ്യത്തെ 3 ലക്ഷം അതിനെത്ര എടുക്കണം 90% എന്ന് പറഞ്ഞാൽ 2,27,70,000. ദെൻ ബാക്കി എന്ന് പറയുന്നത് എത്രയാണ് 1 ലക്ഷം ഉണ്ടാകുക, അതിനെന്താണ് 60%. ഓക്കെ, അപ്പോൾ എത്രയാണ് 60,000. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 90% ഓൺ ഫസ്റ്റ് 3 lakh. ആദ്യ 3 ലക്ഷത്തിന് കോമൺ ആയിട്ട് 90%. ബാക്കി എത്രയാണ് വരുന്നത് അതിനൊക്കെ എന്താണ് 60%. അത് ഇവിടെ കണ്ടിടും. ദെൻ മോണിറ്ററി ലിമിറ്റ് വെച്ച് നോക്കും. അത് 1,50,000 മാറ്റില്ല. അതിലേറ്റവും കൂടുതൽ ഏതാ അതെടുക്കും. വിച്ച് എവർ ഈസ് ഹൈ. എന്നിട്ട് ആക്ച്വൽ റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അത് വെച്ച് കൊടുക്കും. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് അതിലേറ്റവും കുറവ് ലെസ് ഇതെടുക്കണം. അതാണ് എന്താണ് 40B പ്രകാരം നമുക്കെന്താണ് കുറയ്ക്കാൻ പറ്റുന്ന ഫിഗർ. ഓക്കെ, അപ്പോൾ ഇത് നേർക്ക് മനസ്സിലാക്കണം. അണ്ടർ സെക്ഷൻ 40B റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് എത്രയാണ് കാൽക്കുലേറ്റ് നമ്മൾ കണക്കിൽ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാത്രം വരുന്ന കണക്കൊക്കെ നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റാണ്. ഓക്കെ, ഇനി ഇതിന് നമുക്ക് എന്താണ് ഇതായിട്ട് ബന്ധപ്പെട്ട ഫോമാറ്റാണ്. എങ്ങനെയാണ് നമുക്ക് എന്താണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്, അസസ്മെൻറ്റ് ഓഫ് ഫേമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെയാണ്. അതൊക്കെ നമുക്ക് എന്താണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു.